അമ്മേ എനിക്ക് തേങ്ങ ഉടയ്ക്കാൻ മാത്രം അറിയില്ല, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ബാക്കിയെല്ലാം മക്കൾക്ക് അറിയും. പിന്നെ ബാക്കിയെല്ലാം എനിക്ക് അറിഞ്ഞൂടെ? ഞാനേ തേങ്ങ ഉടയ്ക്കുമ്പോ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഉടഞ്ഞുടഞ്ഞു പോവും. അത് തേങ്ങ ഉടക്കുന്നതിനൊക്കെ ഒരു നാക്കുണ്ട്. അതായത് ഇതിന്റെ നടുക്ക് ഭാഗത്തായിട്ട് വെട്ടണം. ചെയ്തേ, അങ്ങനെ തന്നെയാ പഠിക്കുന്നേ. ഇങ്ങനെ അറക്കാനല്ല ഉദ്ദേശിച്ചത്. നിന്റെ ഭർത്താവ് ശരിയല്ല. ഓ, തെറ്റ് ചെയ്താൽ എന്റെ ഭർത്താവ് ശരിയല്ല. തെറ്റൊന്നും ചെയ്യാത്തപ്പോ നിങ്ങൾക്ക് പുന്നാര മകനാ അല്ലേ? അതെ, നിന്നെ കണ്ട അവൻ തെറ്റ് ചെയ്യുന്നു. ആണോ? ആ ആ, എന്നാ ഞാൻ നിങ്ങളെ കണ്ടിട്ടാ തെറ്റ് ചെയ്യുന്നേ. നീ ഉടക്കാൻ നോക്ക്. നിങ്ങളുടെ രണ്ടുപേരും കുരുത്തം കേട്ട സ്വഭാവം കാരണം ഞങ്ങൾ ഇങ്ങനെയായി. സമാധാനായല്ല പിള്ളേരെ കൊണ്ട് പറയിപ്പിച്ചപ്പോ. അതെ, പ്രകാശനോട് ഞാൻ നമ്മള് സർക്കസിന് പോകുന്ന കാര്യം ഞാൻ സംസാരിച്ചാ? വാ, എന്നിട്ട് എന്ത് പറഞ്ഞു? അവന്റെ പൈസ ഇല്ലെന്നു. അല്ലെങ്കിൽ അച്ഛൻ്റെ എപ്പോഴാ പൈസ ഉണ്ടായിട്ടുള്ളേ? ഓ, അവന്റെ പൈസ ഇല്ലെന്നും പറഞ്ഞോളൂ നമ്മള് സർക്കസിന് പോകാനിരിക്കൂടി. അത് ശരി, അച്ഛമ്മയുടെ കുറെ പൈസ ഉണ്ടല്ലേ, ഞങ്ങൾ കൊണ്ടുപോകില്ലേ? കൊണ്ടുപോവാ. എന്റെ കൂടെ വരുന്ന ആർക്കും ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. എല്ലാവർക്കും ഞാൻ ടിക്കറ്റ് എടുത്തു തരാം. നമുക്ക് 6 മാത്രം. 6 മാത്രം. അമ്മ മാസല്ല അമ്മ, മരട മാസ. സുഖിപ്പിക്കല്ലേ മോളെ. റെഡി ആക്കിയോ? ചമ്മന്തി അരയ്ക്കാനാണോ ഡി? കറിക്ക ആണോ? ഒരു മീൻ പാല് പിടിഞ്ഞ് കറി വെച്ചു, നമുക്കതും തിന്നോണ്ട് പോവാം. പാവച്ചമ്മ അല്ലേ? നീ ഉടക്ക്. ഉടക്കണം. ആ, ശ്രദ്ധിച്ച്. കൈ പോവോ? ഓ, അയ്യോ. ആ, അങ്ങനെയല്ല, കാണിച്ചുതരാം അമ്മ, കാണിച്ചുതരാം. അങ്ങനെയൊക്കെ കാണിക്കണോ? ആ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇനി കുടിച്ചോ. കഴിച്ചോ. പ്രകാശി, ഒരു ഐഡിയ ഉണ്ട്. നിന്റെ ഒരു ഐഡിയ കേട്ടതിന്റെ അമ്മയുടെ വായിരുന്ന മുഴുവൻ ഞാൻ കേട്ടു. എന്നാ ഞാൻ പറയാനില്ല. എന്തുവാണ് എന്റെ പിള്ളേരെ പോലെ മിണ്ടി ഉടനെ പിണങ്ങുക? പിന്നെ ഓരോ കാര്യം പറയാന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ പിന്നെ എന്താണ്? നീ പറ. ഈ പലിശ പാപ്പച്ചൻ പറഞ്ഞ നിങ്ങളുടെ അമ്മ പറഞ്ഞ പൈസ തരാന്നല്ലേ പറഞ്ഞത്? നീയല്ലേ അയാളോട് സംസാരിച്ചത്? അങ്ങനല്ലേ പറഞ്ഞേ? അതെ. പ്രകാശി അമ്മയായാലോ? എന്തോ? അതായത് പലിശ പാപ്പച്ചൻ ഇവിടെ വരുമ്പോ പ്രകാശി അമ്മയുടെ വേഷം കെട്ടി ഇവിടെ നിന്നാലോ? മനസ്സിലായ ഐഡിയ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ഈ പലിശ പാപ്പച്ചൻ ഇവിടെ വരുമ്പം അയാൾ അമ്മയെ കണ്ട് തിരിച്ചറിഞ്ഞാലാ? പിന്നെ അങ്ങനെ തിരിച്ചറിയാൻ നിങ്ങളുടെ അമ്മ എന്നെ സിനിമ നടിയല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മേനൊന്നും ആരും അറിയാൻ പോണില്ല. നീയല്ലേ പറഞ്ഞ അച്ഛനെ അറിയൊക്കെ അറിയാന്നുള്ളത്? സുഹൃത്തെ, നിങ്ങളുടെ അച്ഛൻ ഫേമസ് ആണ്, അമ്മ ഫേമസ് അല്ല. അമ്മ ഫേമസ് അല്ലേ? അമ്മ ഫേമസ് അല്ല, അച്ഛനാണ് ഫേമസ്. അത് ഐഡിയ. മനസ്സിലായോ? അതായത് പലിശ പാപ്പച്ചനോട് വരുന്നു, പ്രകാശി അമ്മയുടെ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നു, അവര് നമ്മൾ ചോദിച്ച പൈസ തരുന്നു, നമ്മൾ മമ്മദിന്റെ പൈസ കൊടുക്കുന്നു, കടം വീട്ടുന്നു. ശുഭം. അടിപൊളി അടിപൊളി. നമുക്കൊരു 50,000 രൂപ ചോദിച്ചാലോ? തരാന്ന് പറയുമ്പോ ആർത്തിയാണല്ലേ. 50,000 ചോദിച്ചാൽ കിട്ടത്തില്ല. ആരടയ്ക്കും ഇത്? ഞാനടയ്ക്കും. അതൊന്നും വേണ്ട, ഒരു 40,000 ചോദിക്കും. 40,000 ചോദിക്കും. അത് കിട്ടുമോ? എന്നാലും ഒരു പ്രശ്നമുണ്ടാ. ഇനി എന്താണ്, നിങ്ങൾ മൊത്തം പ്രശ്നമാണല്ലോ ഇത്. ഇവിടെ വരുന്ന സമയത്തെ ഞാൻ അമ്മയുടെ വേഷം കെട്ടി നിൽക്കുമ്പോ അമ്മയും പിള്ളേരും അവരെല്ലാം ഉണ്ടാവത്തില്ലേ? ഇവരെ ഇവിടെ നിന്ന് നൈസായിട്ട് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും പരിപാടി ചെയ്യും. അയ്യോ, അല്ല ഓരോ നൂലാമാലകൾ ആലോചിച്ചതാ. നല്ല കാര്യം നടക്കണ്ടേ? നിങ്ങൾ അമ്മേനെയും പിള്ളേരെ ഇവിടുന്ന് ഒഴിവാക്കാനുള്ള പരിപാടി നോക്ക്. അതിനും ഐഡിയ കിട്ടി. എന്താ ഐഡിയ? നമുക്ക് ഇവരെല്ലാരും കൂടെ സർക്കസിന് അയച്ചാല്? നല്ല ഐഡിയ. സർക്കസിന് പോകാൻ വേണ്ടി വെമ്പല് കൊണ്ട് നിൽക്കുക. സർക്കസിന് വിട്. നീ ഒരു പഠിച്ച് പെട്ടെന്ന് പോയി അമ്മ, പുഷ്പ, 4 പിള്ളേർ, 6 പേർക്കുള്ള ടിക്കറ്റ് എടുത്തോണ്ടോ. 6 പേർക്കുള്ള ടിക്കറ്റ് എത്രയാവും? 6 3 18 1800 രൂപ പൈസ ഒറ്റ അടിവെച്ചു തരും കേട്ടോ. 1800 രൂപ ടിക്കറ്റ് എടുക്കണ്ടേ? വിഷം വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ് നീ 1800 രൂപ എന്നോട് ചോദിക്കുന്നത്. എടാ ഒന്ന് മറിക്കടാവേ, ഞാൻ ഇതിന്റെ കൂടെ അതും കൂടെ ചേർത്തങ്ങ് തരാം. മറിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന്റെ പലിശ നിങ്ങൾ തരേണ്ടി വരും കേട്ടോ.
തരാ. ഇയാളെ ഞാൻ ഊറ്റാൻ നോക്കുമ്പോ ഇയാളെ എന്നെ ഊറ്റാൻ നോക്കുക. എന്തുവാ? ഒറ്റ ഓട്ടത്തിന് പോയി ടിക്കറ്റ് എടുത്തോണ്ട് വരാന്ന്. അടിപൊളി. അടിപൊളി. തകർക്കും. 45,000 രൂപ.